ഓക്കെ ഓക്കെ ശരി. എന്തു പറ്റി? ആകെ തളർന്നാണല്ലോ വരവ്. ഒരു വെല്ലുവിളിയും ഡയലോഗടിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. ആ അത് ശരി. ആരെ വെല്ലുവിളിച്ചിട്ടായി വരവ്? ഗോപാലനെ. ആ ഉടക്കുമ്പോ നാട്ടിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് തന്നെ വേണം. അത് പിന്നെ അങ്ങനല്ലേ പറ്റൂ. എന്റെ സ്റ്റാൻഡേർഡിനൊത്തുള്ള എതിരാളികളെ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. കൊള്ളാം. ഞാനേ മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരായിരുന്നു. അയാള് വണ്ടി വട്ടം വെച്ച് ഒരു ഷോ. ഞാൻ കണക്കിന് തിരിച്ചും കൊടുത്തു. ആ അത് നന്നായി. അയാളെ പേടിയില്ലാത്തവരെ ഈ നാട്ടിലുണ്ടെന്ന് അയാൾ മനസ്സിലാക്കട്ടെ. മുതലാളി അപമാനിച്ചതിന് ചോദ്യം ചെയ്യാൻ വരുന്നതായിരിക്കും ആവും. എന്താ നിന്റെ ഉദ്ദേശം? മഞ്ജു ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ വേണോ നിനക്ക് അവളെ മാനസികമായിട്ട് തളർത്താൻ? ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? ഇതുവരെ ഇല്ല. പക്ഷെ അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നീ കാരണം അത്രയ്ക്ക് ടെൻഷൻ അവൾ അനുഭവിക്കുന്നുണ്ട്. ചേച്ചിയുടെ ടെൻഷനെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഗിരിയേട്ടൻ നല്ല കുട്ടിയായി കുറ്റസമ്മതം നടത്തി ഗോപാലിനെതിരെ തെളിവ് കൊടുക്കും. അതോടെ ഞാനും ചേച്ചിയും ഗിരിയേട്ടനും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. അത് പറ്റില്ല അല്ലേ? അപ്പൊ പിന്നെ വെറുതെ എന്റെ അടുത്ത് വന്ന് ഞാൻ കാരണമാ ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടാവുന്നതെന്ന് പറയാൻ നിൽക്കരുത്. സ്വന്തം തെറ്റ് മറയ്ക്കാൻ ബാക്കിയുള്ളവരുടെ തലയിൽ കുറ്റം ചുമത്തുന്നത് വളരെ ചീപ്പായ പരിപാടിയാണ്. ശരി, എല്ലാ കുറ്റവും എന്റെയാണ്, സമ്മതിച്ചു. എന്നാ നിനക്ക് മഞ്ജുവിനോട് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഗിരിയേട്ടനെ സംരക്ഷിക്കുന്നുണ്ട്.